നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനം ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. എന്താ കാരണം? ആകാശഭൂമികളുടെ റബ്ബാണവൻ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇലാഹാകണമെങ്കിൽ ആരാവണം? ഇലാഹാകണമെങ്കിൽ ഇപ്പൊ ലോകത്തിവിടെ ഒരുപാട് ഇലാഹുകൾ എന്ന് പറയുന്നവരുണ്ട്. അതിനെയൊക്കെ ഞാൻ അംഗീകരിക്കൂല എന്നാണ് നമ്മുടെ തൗഹീദിന്റെ പ്രഖ്യാപനം. നമ്മൾ പറയുന്ന തൗഹീദിന്റെ കലിമ എന്താ? ലാ ഇലാഹ എന്നാണ് ആദ്യം പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഒരു ഇലാഹു, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു ഇലാഹിനെയും ഞാൻ അംഗീകരിക്കൂല. അതൊന്നും ഇലാഹല്ല. സർവത്തെയും നമ്മൾ നിഷേധിച്ചു. ആദ്യം സമ്പൂർണ്ണ നിഷേധം. പിന്നെ പറയാണ് ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ ഒന്നിനെ മാത്രം സ്ഥിരീകരിച്ച് ബാക്കി എല്ലാത്തിനെയും നിരാകരിച്ചു. അതാ നമ്മുടെ തൗഹീദ്. അപ്പൊ എന്തുകൊണ്ട് അല്ലാഹ് മാത്രമാണ് ഇലാഹ്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. എന്നാ പിന്നെ ആരെങ്കിലും സ്ഥാപിച്ചോളിൻ, എന്ത് ആകാശഭൂമികൾ സൃഷ്ടിച്ച വേറെ ഒരു റബ്ബുണ്ട് എന്ന് പറഞ്ഞോളിൻ. ആകാശഭൂമി പോയിട്ട് ഒരു പുൽക്കൊടിയെ പടച്ച ആരെങ്കിലും ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങളുടെ റബ്ബ് ആരാണ്? ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ റബ്ബാണ്. അതുകൊണ്ട് പ്രാർത്ഥന ആരോട് മാത്രമേ പറ്റുള്ളൂ? ആകാശഭൂമികളുടെ റബ്ബ് ആരാണോ അവനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തെരഞ്ഞോളിൻ, പരിശോധിച്ചോളിൻ, ആകാശഭൂമികളുടെ റബ്ബായിട്ട് ആരാ പ്രപഞ്ചത്തിലുള്ളത്? അല്ലാഹ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാര് പ്രഖ്യാപിച്ചു, ലന്നദുഉവ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല, മിൻ ദൂനിഹി, അവന് പുറമേ, ഇലാഹൻ, ഒരു ഇലാഹിനോട്, വേറെ ഒരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അങ്ങനെ ഞങ്ങൾ ചെയ്തു പോയാൽ ഞങ്ങൾ വലിയ അപരാധം പറഞ്ഞവരാകും. അതാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഇതുവരെയുള്ള വെള്ളിയാഴ്ചക്ക് ലഖദ് ഖുൽനാ ഇദൻ ശതതാ എന്നിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി അങ്ങനെ ശതതാ എന്ന് പറഞ്ഞു പോകരുത്. ഇനി മനസ്സ് തട്ടി പറയണം, ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അവിടെയാണ് നമ്മുടെ തൗഹീദിന്റെ മേന്മ. അപ്പൊ ഇത് പറയുമ്പോ സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറയും, അൽക്കഫുകാരുടെ വിശ്വാസം ഞങ്ങളെ വിശ്വാസമൊക്കെ ഒന്ന് തന്നെയാണ്. അവരിപ്പോ എന്താ പറഞ്ഞത്? ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ആ ലന്നദുഉ മിൻ ദൂനിഹി, ഞങ്ങൾ അവനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഇലാഹൻ, ഒരു ഇലാഹിനോടും. മൊയ്ദി ശൈഖ് ഇലാഹല്ലല്ലോ, ഇതിന് ഔലിയെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. മടവൂര് ശൈഖ് ഇലാഹാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. മമ്പർത്ത തങ്ങൾ ഇലാഹാന്ന് കരുതുന്നില്ലല്ലോ. അജ്മീർ ഹാജനെ ഞങ്ങൾ ഇലാഹാന്ന് പറയുന്നില്ലല്ലോ. ഇവരെ വിചാരം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ കബറങ്ങ പോയിട്ട് ഇലാഹ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാ. ഞാനൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്കാവണമെങ്കിൽ അയാളെ ഞാൻ താങ്കളെ ഇലാഹായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നും വേണ്ട. ശിർക്കാകണമെങ്കിൽ ഇലാഹിന് മാത്രം കൊടുക്കേണ്ട കാര്യം വേറൊരാൾക്കാണ് കൊടുത്താൽ മതി. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് അടിസ്ഥാനപരമായൊരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. നമ്മളെ നാട്ടിലുള്ള ആളുകൾ ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത്, ഞങ്ങൾ അല്ലാത്ത അമ്പിയാക്കളെ ഔലിയാക്കളെയോടൊക്കെ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളൊക്കെ അവർ അള്ളാന്റെ പടപ്പുകളാണെന്നും അള്ള കൊടുത്ത കഴിവേ അവർക്കുള്ളൂ എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരൊന്നും ഇലാഹാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇങ്ങനെ ഇവര് പറയാറുള്ളത്. ശുദ്ധ അസംബദ്ധമാണ് പറയുന്നത്. അള്ളാഹുവിന് മാത്രമുള്ളൊരു പ്രത്യേകത ഒരു സൃഷ്ടിക്ക് നമ്മൾ വകവെച്ച് കൊടുത്താൽ തന്നെ മതി. ആ ആളെ നമ്മൾ ആരാക്കി? ഇലാഹാക്കി. നിങ്ങളെ ആ ഇലാഹാക്കി എന്ന് ഞാൻ പറയൊന്നും വേണ്ട, എരി ഒപ്പിടും സ്റ്റിക്കർ ഒട്ടിക്കൊന്നും വേണ്ട, ഇലാഹാക്കി ഞാൻ. ഉദാഹരണം, എവിടെ നിന്ന് വിളിച്ചാലും വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എപ്പോ വിളിച്ചാലും കേൾക്കും. നമ്മളെ മനസ്സറിയും, എന്തിനും കഴിയും. ഉറക്കെ പതുക്കെ എന്ന വ്യത്യാസമല്ല, രാവ് പകലി എന്ന വ്യത്യാസമല്ല, യാതൊരു രൂപത്തിലുള്ള തടസ്സമില്ലാതെ എല്ലാം കേൾക്കും. 1 കോടി ജനങ്ങൾ, 1 കോടി ആവശ്യാർത്ഥം, 1000 ഭാഷകളിൽ ഒരേ സമയത്ത് അള്ളാഹിനെ വിളിച്ചാലും
അള്ളാഹ്ക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. എന്തിപ്പോ ഒക്കെ കൂടിയും പറഞ്ഞു മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ എന്നോട് രണ്ടാൾ നീറ്റുന്ന വർത്താനം പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾ ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ പറയുന്നതല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതല്ലേ മനുഷ്യരായ നമ്മൾ പറയാ. രാജാതിരാജനായ റബ്ബുൽ ആലമീനിന്റെ കോടിക്കണക്കിന് സൃഷ്ടികൾ അവനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരുത്തന്റെ ആവശ്യമല്ല മറ്റേ ആൾക്കുള്ളത്. ഇതൊക്കെ വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവുള്ള ശക്തി ആരാണ്? അല്ലാഹ് മാത്രം. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്ക്, ഇതേ രൂപത്തിൽ വേറെ ഒരാളെ വിളിച്ചാൽ അയാളും എവിടുന്ന് വിളിച്ചാലും കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലോ അയാളെ നമ്മൾ ഇലാഹാക്കി. അതിന് ഞാൻ പേരെ രൂപപ്പെടുന്നു വേണ്ട, ഞാൻ അയാളെ ഇലാഹാക്കി, എനിക്ക് അയാളെ ഇലാഹാന്ന് വിശ്വാസം ഉണ്ടെന്നൊന്നും പറയണ്ട, ഞാൻ അയാളെ ഇലാഹാക്കി കഴിഞ്ഞു. അതാ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇലാഹാന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്ന ന്യായീകരണത്തിനൊന്നും ഒരു പഴുതുമില്ല. ഇന്നിപ്പോ അള്ളാന്റെ റുബൂബിയത്തിൽ വരെ ശിർക്കാ ചെയ്യുന്നത്. അൽ-കഹ്ഫുകാര് പറഞ്ഞാൽ എന്താ? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദി, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. അറേബ്യൻ മുശ്രിക്കുകൾ പോലും ആകാശഭൂമികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദബ്ബിറുൽ ആലം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നബിതങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും ആകാശഭൂമികൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു മുദബ്ബിറുൽ ആലം, വേൾഡ് കൺട്രോളർ അല്ലാഹയല്ലാതെ ഉണ്ടെന്ന് അവന്മാര് പോലും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ മടവൂരിന്റെ അനുയായികൾ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ, അവര് മടവൂരിനെ പേരിട്ട് വിളിക്കുന്നത് തന്നെ എന്താണ്? മുദബ്ബിറുൽ ആലം എന്നാണ്. എന്താ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ? ആലമിന്റെ കൺട്രോളർ. ആലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാത്തതിനൊക്കെ കൂടി പറയുന്ന പേരാണെന്ത്? ആലം. അൽ ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. ഡെഫിനിഷൻ അതാണ്, പഠിച്ചു വെക്കണം നമ്മൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ, ആലമിന്റെ റബ്ബാണ് അവൻ എന്ന് പറഞ്ഞാൽ അൽ ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി എന്നാണ്, അല്ലെങ്കിൽ മാ സിവല്ലാഹ്, അല്ലല്ലാത്തത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതിന് പറയുന്ന പേരാണെന്ത്? ആലം. അതിന്റെ എല്ലാം കൂടി കൺട്രോളറാണ് ഈ കോഴിക്കോട്ടെ മടവൂരുകാരനാണ് ഇവർ വിശ്വസിക്കുന്നത്. തനിച്ച ശിർക്ക്, പച്ചയായ കുഫറും ശിർക്കും. അയാളാണ് ലോകം കൺട്രോൾ ചെയ്യുന്നത്, അയാളാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, അയാളാണ് തീവണ്ടികൾ കൂട്ടിമുട്ടാതെ നോക്കുന്നത്, അയാളാണ് ഇവിടുത്തെ ആക്സിഡന്റുകൾ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ പറയാ, തക്ബീർ ചൊല്ല, അംഗീകരിക്കുക. അപ്പൊ നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പോലും മുശ്രിക്കുകൾ പലപ്പോഴും അതുപോലും അംഗീകരിച്ചിരുന്നു. ഇവരതും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തടത്തേക്ക് ആ കാലം പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. നമ്മളിതൊക്കെ മനസ്സിലാക്കുകയും നമ്മുടെ സമൂഹത്തോട് പറയുകയും ചെയ്യണം, ഇത്ര വലിയ അപകടത്തിലാണ് നമ്മൾ വന്നുപെട്ടു പോയിട്ടുള്ളത്. അപ്പൊ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി, അൽ-കഹ്ഫുകാരുടെ ചരിത്രം വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ തൗഹീദാ ഉറക്കുന്നത്. അവര് പ്രഖ്യാപിച്ചു, ആ ചെറുപ്പക്കാര് പ്രഖ്യാപിച്ചു. ഇന്ന് ചെറുപ്പക്കാരി അള്ളാഹുവിനെ നിഷേധിക്കാനാ നടക്കണത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ നിഷേധിക്കാനാ നടക്കുന്നത്. അല്ലേ, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ദൈവോ പരലോകോ സ്വർഗോ നരകോ അതൊന്നുമില്ല. ഈ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് പോട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള അവിഹിതമായ ബന്ധപ്പെടലുകളും സുഖങ്ങളും ആസ്വാദനങ്ങളും ക്യാമ്പസുകളുടെ ഗേറ്റുകളിലും ചുമരുകളിലും ക്യാമ്പസിന്റെ അകത്തളങ്ങളിലും നിറഞ്ഞാടുന്ന ഫ്ലക്സുകൾ പോലും വ്യഭിചാരത്തിലേക്ക്, സ്വവർഗരതിയിലേക്ക് എല്ലാവിധത്തിലുള്ള ലൈസൻസും നൽകുന്ന പരസ്യ ബോർഡുകളാണ് നമ്മളെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ. അത്രത്തോളം ലോകം വൃത്തികെട്ടു, ആരെയും പേടിക്കാനില്ല. അത്ര സർവതന്ത്ര സ്വതന്ത്രമായൊരു ലോകം, ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ലോകം ഇന്ന് അങ്ങനെയാണ്. അൽ-കഹ്ഫിൽ എന്ന പാഠം പഠിക്കുക, വെള്ളിയാഴ്ച ഓതുമ്പോൾ പാഠം പഠിക്കുക. അവരും നല്ല ചെറുപ്പക്കാരായിരുന്നു. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. എന്നിട്ട് അവർ പറഞ്ഞു ലൻ നദ്ഉ മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ ആകാശഭൂമികളുടെ റബ്ബാരോ
അവന് പുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. ഇലാഹൻ, ഒരു ആരാധ്യനെയും അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ലഖദ് ഖുൽനാ, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞവരാകും. ഇദൻ, അന്നേരം ശത്വതാ. എന്താ ശത്വതാ എന്ന് പറഞ്ഞാൽ? എന്താ ശത്വത്തിന് അർത്ഥം പറഞ്ഞത്? സംബന്ധം. പറയരുതാത്തത് ചെയ്യരുതാത്തത് ചെയ്തവരും പറയരുതാത്തത് പറഞ്ഞവരുമായി ഞങ്ങൾ മാറിപ്പോകുന്നതാണ് എന്ന് അവര് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അവർ അടിയുറച്ച് ആ തൗഹീദിൽ തന്നെ അടിയുറച്ചു നിന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്.